ഹായ് എവ്രി വൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ വരുന്ന വർഷം 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടിയുടെ പാരൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക. ഇനി അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേതൊരു സ്റ്റുഡൻസിനേക്കാൾ വളരെ മുന്നിലായിരിക്കും നിങ്ങൾ ഈ 10th സ്റ്റാൻഡേർഡ് കഴിയുന്ന സമയത്ത്. ഒന്നാമത്തെ വിഷയം നിങ്ങളുടെ ഇതുവരെയുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സിൽ നിങ്ങളുടെ സമയം കൊല്ലുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങളുടെ ടൈം വെറുതെ കവർന്നെടുക്കുന്ന ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിനെ ഒഴിവാക്കുക മീൻസ് പെട്ടെന്നൊരു ദിവസം അവനോട് മിണ്ടാതിരിക്കരുത്. വളരെ പതുക്കെ അവനെ നൈസായിട്ട് എന്ത് ചെയ്യുക, അവൻ്റെ പാട്ടിന് വിട്ടേക്കുക. കാരണം നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷത്തിലേക്കാണ്. ഒരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ 10th മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്ലസ് വണ്ണിലെ പ്രവേശനം ഉണ്ടാവുക, നിങ്ങളുടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏരിയ ചൂസ് ചെയ്യുന്നത്. എല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സമയം കൊള്ളുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം, മെല്ലെ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പുതിയ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം നിങ്ങൾ വളരെ ഡള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെ കാണുമ്പോൾ നിങ്ങൾക്കൊരു എനർജി വരും. അവർ പഠിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ പഠിക്കണം തോന്നും. അവരുടെ മെത്തേഡ്, അവരുടെ സ്റ്റൈല്, അത് നിങ്ങളെയും സ്വാധീനിക്കും. നിങ്ങളും അവരെ പോലെ ആയിത്തീരും. നമ്മൾ ആരെ നമ്മുടെ കൂട്ടുകാരാക്കുന്നോ അവരെ പോലെ ആയിരിക്കും നമ്മൾ ആയിത്തീരുക. അതുകൊണ്ട് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക, നല്ല കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ വീട്ടിൽ അധികവും സംസാരമില്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുക. അവിടെ നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം, നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം, നല്ല കാമായിരിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് മടുപ്പ് വരാൻ പാടില്ല. അതുപോലെയുള്ള സീറ്റ്, ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഒരു കാണാൻ നല്ല ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. നാലാമതായിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം പഠനത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ പഠനത്തിന് വേണ്ടിയിട്ട് സമയം നിശ്ചയിച്ചിട്ട് മാറ്റിവെക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് ഒഴിവ് വരുന്ന സമയം, ആ സമയം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓരോ സബ്ജക്റ്റിനും ഇത്ര സമയം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ സമയത്ത് നിങ്ങൾ പഠനത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. അഞ്ചാമത്തത്, നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്നും വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാ നിങ്ങൾക്കറിയാം. ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം ടേബിളിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം നിങ്ങൾ ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുക. ഏതാണ് പ്രൊഡക്റ്റീവായ സമയം? നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആയ, നിങ്ങൾ ഏറ്റവും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്ന, ഏറ്റവും അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ. ചില ആൾക്ക് രാവിലെ ആയിരിക്കാം, ചില ആളുകൾക്ക് അത് വൈകുന്നേരം ആയിരിക്കാം, ചില ആളുകൾക്ക് രാത്രി ആയിരിക്കാം. നിങ്ങൾ വളരെ അലേർട്ടായിരിക്കുന്ന, നിങ്ങൾക്ക് ഉറക്കം വരാത്ത ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലൊരു ട്യൂഷൻ, നല്ലൊരാളിൽ നിന്ന് ഒരു ട്യൂഷൻ സ്വീകരിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ഒരു ഹെൽപ്പ് നിങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിക്കണം. കാരണം നിങ്ങൾ ആ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എപ്പോഴും ടഫായിരിക്കും. അത് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു സാറിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് മുതലേ ചെയ്യേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് സോൾവ് ചെയ്ത് പരിശീലിക്കണം. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എയിം കിട്ടും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യത, ഞാൻ ഈ പഠിക്കുന്ന കാര്യം എക്സാമിന് എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങളൊരു ടൈം ടേബിൾ ഇട്ടു, നിങ്ങൾ സ്റ്റഡി ഏരിയ ഉണ്ടാക്കി,
നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു ഉപേക്ഷിക്കരുത്. നെവർ ഗിവ് അപ്പ്. നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് ഫൈനൽ എക്സാം കഴിയുന്നത് വരെയും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്ലാനിൽ നിങ്ങൾ ഉറച്ചു വെക്കണം. എന്ത് തന്നെയായാലും അതിൻ്റെ നേരെ വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ സമയം കൊല്ലുന്ന ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്ത പോലെ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് കുറേ അവോയ്ഡ് ചെയ്യുക. അതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളയുക. കാരണം നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇയറാണിത്. ഈ ഇയർ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ബാക്കിയുള്ള ഇയർ നിങ്ങൾക്ക് വളരെ സ്വസ്ഥതയും സമാധാനത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിരിക്കണം. ഇതിനിടയിൽ നിങ്ങൾ ഉറക്കം ഒക്കെ നഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ആയിരിക്കരുത്. വളരെ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് വളരെ ഉഷാറായിട്ട് തന്നെ ഇരിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യുള്ളൂ, നമുക്ക് എനർജി ഉണ്ടാവുകയുള്ളൂ. നന്നായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ. നന്നായിട്ട് ഉറങ്ങണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല വൈറ്റമിൻസ് മിനറൽസ് അടങ്ങിയ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുക. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ബ്രേക്കുകൾ നിങ്ങൾ എന്തായാലും എടുക്കണം. നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 50 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഓരോ 50 മിനിറ്റിലും 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സൺഡേയിൽ ഔട്ടിങ്ങിന് പോവാം, മന്ത്ലി 1 or 2 ടൈംസ് ഒന്ന് ഔട്ടിങ്ങിന് പോവാം. അങ്ങനെ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാതെ ഒന്ന് റിലാക്സ് ആയിട്ട് എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോവുക. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ് ഫൈനൽ എക്സാം എഴുതുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ വളരെ ടോപ്പിലെത്തിയിരിക്കും മറ്റുള്ളവരെക്കാൾ. കാരണം മറ്റുള്ളവർ എങ്ങനെയൊക്കെയോ ആണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്, പക്ഷെ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. കാരണം ആ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പോയതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും എക്സാമിനുണ്ട്. അവരെക്കാൾ ഡബിൾ പവറിൽ നിങ്ങൾക്ക് എക്സാം പാസ്സായിട്ട് വരാൻ വേണ്ടി സാധിക്കും. ഏറ്റവും നല്ല ഫ്ലൈയിങ് കളേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റിസൾട്ട് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.